മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന്റെ നിർദ്ദേശം അവതരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം ഇപ്പോൾ ആ യോഗത്തിൽ നടക്കുന്നത് എന്ന് തന്നെയാണ്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നിർദ്ദേശം ആ യോഗത്തിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നു ഹൈക്കമാൻഡ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നത് ആ നിർദ്ദേശത്തോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഏത് രീതിയിൽ ഒരു ചർച്ച സാധ്യമാകുമെന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അവസ്ഥയിലെ ആ കൂടിക്കാഴ്ചയിൽ നമുക്ക് അറിയേണ്ടത്. വിനിത വിജയന്നു. വിനിത, അപ്പോൾ അതിന്റെ ആ ചർച്ചയുടെ കാതലായ ഒരു ഭാഗത്തെ കടക്കുകയാണോ? ഹൈക്കമാൻഡിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന യോഗത്തിൽ പറയുകയാണോ ഹൈക്കമാൻഡ്? തീർച്ചയായും ഹഷ്മി, അങ്ങനെ തന്നെയാണ്. എല്ലാ വശവും പരിഗണിക്കുന്നുണ്ട്, എല്ലാ വശവും ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശമായിരിക്കും ഹൈക്കമാൻഡ് അത്തരത്തിലേക്ക് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും കാണുന്നത് MLA-മാരുടെ അടക്കമുള്ള വലിയ പിന്തുണ തന്നെയാണ്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിലേക്കുള്ള സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതുണ്ടായപ്പോഴും ഈ MLA-മാരുടെ ഒരു പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കമാൻഡ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയും സമാനമായിട്ടുള്ളൊരു നീക്കം തന്നെയായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് കെ.സി. വേണുഗോപാലിന്റെ പേരിന് ഒരു മുൻതൂക്കം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിനെ ഉറപ്പായും നമുക്കറിയാവുന്ന പോലെ തന്നെ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും എതിർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനമായും സീനിയോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുക. ഒപ്പം തന്നെ കേരളത്തിന്റെ ഒരു പൊതുവികാരം അത് കെ.സിക്ക് അനുകൂലം എന്നതിനേക്കാൾ ഉപരി അത് ഒരുപക്ഷെ വി.ഡിക്ക് തനിക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു കാര്യം തന്നെയായിരിക്കും വി.ഡി. സതീശൻ മുന്നോട്ട് ഉയർത്തി കാണിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം, പ്രതിപക്ഷ നേതാവായി എത്തിയതിനു ശേഷം വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേടിയിട്ടുള്ള നിർണായക വിജയങ്ങൾ അവിടെ കെ.സി. വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിർദ്ദേശ നീക്കമാണ് ഹൈക്കമാൻഡ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന ആ യോഗത്തിൽ ആദ്യ മൂവ് നടത്താൻ പോകുന്നത്. അതിലാദ്യ മൂവാണ്. അതിന്മേൽ ചർച്ചകൾ നടക്കാനിരിക്കുന്നു. അതിന്മേൽ ഈ രണ്ട് നേതാക്കളുടെ പ്രതികരണങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിൽ, ഏതറ്റം വരെ, ഏത് എക്സ്റ്റന്റ് വരെ വി.ഡിയും ആർ.സിയും ആ തീരുമാനത്തോട് വിയോജിക്കുമാണെങ്കിൽ എങ്ങനെ പോകും, അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരണം അടക്കം മുൻനിർത്തിയായിരിക്കും ആ നിർദ്ദേശത്തിലെ ചർച്ചയുടെ മുന്നോട്ട് പോക്ക്. ഷഫീദ് റാവത്തർ കൂടി ചേരുന്നു. ഷഫീദ്, ആകെ മൊത്തം അലമ്പ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. പോയ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നേതാക്കൾക്ക് വേണ്ടി പ്രകടനമായി ഇറങ്ങുന്നു ഒന്നും വലിയ തെറ്റ് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും അതിനപ്പുറം തെറ്റായ പ്രവണതകൾ പലതും നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. നീണ്ടുപോവുകയാണെങ്കിൽ ആ പ്രവണതകൾ കുറച്ചുകൂടി അങ്ങ് വഷളാവാൻ ഇടയുമുണ്ട്. എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാവണം. എന്താണ് അവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു പൊതുചിത്രം? ഇപ്പോൾ തീരുമാനം എന്താണെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകും. അത് എത്രയും പെട്ടെന്ന് ആ തീരുമാനം പ്രഖ്യാപിച്ച് ആ പ്രതികരണത്തിന്റെ തോത് അവസാനിപ്പിക്കുക എന്നതാവില്ലേ ഹൈക്കമാൻഡും ലക്ഷ്യം വെക്കുക? ഷഫീദ്, കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കാൻ പോകുന്ന കാര്യം അതാണെങ്കിൽ കൂടി അത് എത്രത്തോളം പോസിബിൾ ആകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, സമവായ നീക്കം ഏതെങ്കിലും തരത്തിൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ റിഫൈൻഡ് ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ നിർദ്ദേശിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. അതിന് പലവിധ കാരണങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഉച്ച മുതൽ 99% പോസിബിലിറ്റി, അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കെ.സി. ക്യാമ്പ്, ആത്മവിശ്വാസത്തിലേക്ക് കെ.സി. ക്യാമ്പ് എത്തിയിരുന്നു. അതിന് പലവിധ കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം MLA-മാരുടെ പിന്തുണ തന്നെയാണ്. അതായത് തിരുവനന്തപുരത്തേക്ക് എത്തി MLA-മാരുടെ മനസ്സറിഞ്ഞ AICC നിരീക്ഷകർക്ക് മുൻപിൽ കെ.സിക്ക് സപ്പോർട്ടായിട്ടാണ് കൂടുതൽ കാര്യങ്ങളും പോയതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേതാകട്ടെ തെരുവിൽ നടന്ന പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം കോൺഗ്രസിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരിക്കലും ഒരു കാലത്തിലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് അടക്കം കീറിക്കൊണ്ട് വി.ഡി. സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഹൈക്കമാൻഡിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡിനെ അടക്കം, അതായത് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിനെ അടക്കം സംശയനിഴലാക്കുന്ന രീതിയിലേക്ക് വി.ഡി. സതീശൻ അനുകൂലികൾ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഹൈക്കമാൻഡിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് കെ.സി. വേണുഗോപാൽ നിർദ്ദേശം അവതരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. അവിടെ അതിനോട് ഏത് രീതിയിലാണ് വി.ഡി. സതീശന്റെയും ആർ.സിയുടെയും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്നടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. അപ്പോൾ എന്തായാലും ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഉള്ളിലിരിപ്പ് എന്താണ്, ഹൈക്കമാൻഡ് ആഗ്രഹം എന്താണ് എന്ന് കേരളത്തിലെ നേതാക്കൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമിരിക്കുന്ന യോഗമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഹൈക്കമാൻഡ് ഇന്റൻഷൻ അതുതന്നെയാണ്. അത് ഏത് രീതിയിൽ നടപ്പാക്കിയെടുക്കും എന്നൊരു ആലോചനയായിരിക്കും ഒരുപക്ഷെ ചർച്ചയിൽ നടക്കുക. വിനിത വിജയൻ, വിനിത, ആദ്യ റൗണ്ടിൽ കെ.സിക്ക് മുൻതൂക്കം എന്ന് പറയാമോ?
ഉറപ്പായും ഹാഷ്മി അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും അനുകൂലമാകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് MLA-മാരുടെ വലിയ പിന്തുണ. അത് നിരീക്ഷകർ നൽകിയിരിക്കുന്ന പട്ടികയിലടക്കം MLA-മാർ വലിയ രീതിയിൽ പിന്തുണ നൽകിയിരിക്കുന്നത് KC വേണുഗോപാലിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്കൊരു നീക്കത്തിലേക്കടക്കം ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. മറ്റ് വിഷയങ്ങളടക്കം ചർച്ച ചെയ്യുമെങ്കിലും ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VD-യുടെയും RC-യുടെയും ഒക്കെയുള്ള അഭിപ്രായം അവർ ആരായുകയും ഒപ്പം തന്നെ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുമെങ്കിലും ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ വലിയ പിന്തുണ KC-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ KC-യുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് ഹൈക്കമാൻഡ് വയ്ക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണ അടക്കമുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയായി എത്തിക്കൂടാ എന്നുള്ളൊരു ചോദ്യം തന്നെയായിരിക്കും, അങ്ങനെ ഒരു നിർദ്ദേശം തന്നെയായിരിക്കും ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുക. അതിൽ ഏറ്റവും മുൻതൂക്കമായി കാണുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് MLA-മാരുടെ അടക്കമുള്ള വലിയ പിന്തുണ തന്നെയാണ്. പക്ഷേ ഉറപ്പായും അതിനെ RC രമേശ് ചെന്നിത്തല അതിനെ എതിർക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം സീനിയോറിറ്റി അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചൂണ്ടിക്കാണിക്കുക. ഒപ്പം തന്നെ നേരത്തെ 2021 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കൊക്കെ തന്നെ എത്താമെന്ന് അദ്ദേഹം കരുതിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അന്ന് ആ നിലയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് തന്നെ അവഗണിക്കുകയാണെന്ന തരത്തിലേക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഉയർത്തിക്കാണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ VD സതീശനിലേക്ക് എത്തുകയാണ് എങ്കിൽ അദ്ദേഹം ഈ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് എത്തിയതിനു ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷമുണ്ടായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ ഒരു വലിയ വിജയം, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മുൻതൂക്കം എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കുക. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു വികാരം, ജനവികാരം, അത് തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം, ജനവികാരം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ തന്നെ ലീഗിന്റെ അടക്കമുള്ള വലിയ പിന്തുണ അത് VD സതീശനുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അവർ ഉയർത്തിക്കാണിക്കുക. പക്ഷേ ഇതൊക്കെ ഒരു മാനദണ്ഡമായി ഹൈക്കമാൻഡ് പരിഗണിക്കുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം വരുമ്പോഴും ഒരു പൊതു നിലപാടിലേക്ക് തന്നെയാണ് അവർ എത്തുക. അങ്ങനെ ഒരു നിലപാടിലേക്ക് തന്നെയായിരിക്കും ഇത്തവണയും മാറുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ നിലപാട് എന്ന് പറയുന്നത് MLA-മാരുടെ വലിയ പിന്തുണ അത് ആർക്കുണ്ട്, അതനുസരിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും എത്തുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ KC-യുടെ പേര് മുന്നോട്ട് വെച്ചുകൊണ്ടൊരു നിർദ്ദേശം തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഉറപ്പായും അതിനെ VD സതീശനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ എതിർക്കുമെന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ അതൊരു സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന് മുന്നിലുള്ള പ്രതിസന്ധി. അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്ന 2 ബൈ ഇലക്ഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതാണ്. അതൊക്കെ അതിജീവിക്കാൻ കഴിയും എന്ന് KC ക്യാമ്പ് കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നുണ്ട്. അതിന് ഹൈക്കമാൻഡ് മുഖവിലേക്കെടുത്താൽ തന്നെ ബാക്കി 2 നേതാക്കൾ VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഏത് രീതിയിൽ അനുനയിപ്പിച്ചുകൊണ്ടാകും KC-യെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുക എന്ന തീരുമാനം അവിടെ നിൽക്കുന്നു. ആദ്യ ലീഡ് KC-ക്ക്, ആദ്യ റൗണ്ടിൽ ലീഡ് KC-ക്ക് എന്ന് തന്നെയാണ്. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ വോട്ടെണ്ണൽ ദിവസം കണ്ട ഒരാവേശത്തിന് സമാനമായ ഒരാവേശം ആയി തുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, നേതാക്കൾ തമ്മിൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് CPM-ഉം കോൺഗ്രസ് നേതാക്കളും തമ്മിലല്ല, കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തന്നെയാണ്. 2 ജയിച്ച നേതാക്കളും ഒരു മത്സരിക്കാത്ത നേതാവും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.